ഒരു കമൻസിങ് സെഷൻ എന്ന് പറയാം. ആദ്യത്തെ സെഷൻ ആയിട്ടാണ് നമ്മൾ ഇത് എന്തിനു നമ്മൾ ഇന്റേൺഷിപ്പ് ചെയ്യണം എന്ന് പറഞ്ഞു തുടങ്ങിയിട്ടാണല്ലോ നമ്മൾ ഇതിനെപ്പറ്റി ചർച്ച ചെയ്യേണ്ടത്. സോ അതിനു വേണ്ടിയാണ് ഈ സെഷൻ നടത്തുന്നത്. അപ്പം ഈ അമൻക പറഞ്ഞതുപോലെ രണ്ട് പാർട്ടായിട്ടായിരിക്കും. റിസർച്ച് കരിയർ താല്പര്യമുള്ള ആളുകൾക്കും ഇൻഡസ്ട്രി ജോബ് റിലേറ്റഡ് താല്പര്യമുള്ള ആളുകൾക്കും വേണ്ടി രണ്ട് സെഷൻ. അതിൽ ആദ്യത്തെ ഞാൻ റിസർച്ച് ആയിരിക്കും, റിസർച്ച് കരിയർ ഫോക്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഞാൻ സംസാരിക്കാം. അതിനുശേഷം ആസിഫ് സംസാരിക്കും. അപ്പം സ്ലൈഡ് മൂവ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ സ്ലൈഡ് സ്റ്റക്കായി നിൽക്കുന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ. ഓക്കെ, വൈ. എന്റെ ഇന്നത്തെ സ്ലൈഡ് മോസ്റ്റ്ലി ഫോക്കസ് ചെയ്യുക വൈയിലായിരിക്കും. സോ എന്തിനു നമ്മൾ ഇന്റേൺഷിപ്പ് ചെയ്യണം എന്നുള്ളതാണ് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാൻ ആദ്യത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത് ടു കോമ്പീറ്റ് ഇൻ ദിസ് ന്യൂ ഹൈ ലിറ്ററസി വേൾഡ്. ഈ പണ്ട് കാലത്തൊക്കെ ഒരു ബാച്ചിലേഴ്സ് സർട്ടിഫിക്കറ്റ് കൈ കിട്ടുക അല്ലെങ്കിൽ ഒരു മാസ്റ്റർ സർട്ടിഫിക്കറ്റ് കൈ കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രം കിട്ടുന്ന കാര്യമാണ്. സോ വിത്ത് എ മാസ്റ്റർ സർട്ടിഫിക്കറ്റ് അയാൾക്ക് അപ്പം തന്നെ ജോബ് ഉറപ്പാണ്. കാരണം MSc ചെയ്യുന്നവര് പണ്ട് വളരെ കുറവായിരുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞാൽ പഠിത്തം നിർത്തുകയും അല്ലെങ്കിൽ പ്രീ ഡിഗ്രി കഴിഞ്ഞാൽ പഠിത്തം നിർത്തുകയും ചെയ്യാൻ, അതിനുശേഷം പിന്നീട് പഠിക്കാൻ പോകുന്നവർ തന്നെ വളരെ കുറവായിരുന്നു. അങ്ങനെയുള്ള ഒരു ലോ ലിറ്ററസി കാലഘട്ടത്തിൽ യു ക്യാൻ ജസ്റ്റ് ഹാവ് എ മാസ്റ്റേഴ്സ് ഡിഗ്രി ആൻഡ് ഈസിലി പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ജോബിലേക്കോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പ്ലേസ്ഡ് ആവാൻ സാധിക്കും വിത്ത് യുവർ സർട്ടിഫിക്കറ്റ്. പക്ഷെ ഇന്നത്തെ കാലം അങ്ങനെയല്ല, അല്ലെ? എല്ലാവരും പഠിക്കുന്നുണ്ട്. കോളേജുകളിൽ കുട്ടികൾ നിറഞ്ഞു നിൽക്കുകയാണ്. പഠിക്കാത്തവരാരുമില്ല, എല്ലാവർക്കും ഡിഗ്രി ഉണ്ട്. 10ാം ക്ലാസ്സിൽ എല്ലാവർക്കും A+ ആണ്. +2 കഴിയുന്ന +2ൽ എല്ലാവർക്കും നല്ല മാർക്കുണ്ട്. എല്ലാവരും ഡിഗ്രിക്ക് ചേരാണ്. എല്ലാവരും മാസ്റ്റേഴ്സ് ഒന്നും പണ്ടത്തെ പോലെ കുറച്ച് പേരല്ല ചെയ്യുന്നത്, ഒരുപാട് പേര് മാസ്റ്റേഴ്സ് ചെയ്യാണ്. അപ്പൊ എല്ലാവർക്കും എഡ്യൂക്കേഷൻ ലിറ്ററസി ഉള്ള ഒരു സമയത്ത് അതിനനുസരിച്ച് നമ്മുടെ ജോബ് മാർക്കറ്റിൽ ജോബ് സാധ്യതകൾ അതിനനുസരിച്ച് അതിന്റെ റിലേറ്റീവ് ടേംസിൽ കൂടിയിട്ടില്ല എന്ന് വേണമെങ്കിലും നമുക്ക് പറയാൻ പറ്റും. കാരണം ഒരുപാട് പേര് പഠിക്കുന്നുണ്ട്, പക്ഷേ അത്രയും ഓപ്പർച്യൂണിറ്റീസ് ഓപ്പൺ അല്ലാത്തൊരു സാഹചര്യം നമ്മുടെ നെറ്റ്വർക്കിൽ, നമ്മുടെ നാട്ടിൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സംഭവിക്കുന്ന ഒരു പ്രശ്നമാണ് എപ്പോഴും നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടി, ബാച്ചിലേഴ്സ് കഴിഞ്ഞു, മാസ്റ്റേഴ്സ് കഴിഞ്ഞു, എന്നിട്ട് നമ്മൾ ഇരുന്ന് ആലോചിക്കുകയാണ് ഞാൻ ഇനി എന്ത് ചെയ്യണം, എവിടെ ജോബിന് അപ്ലൈ ചെയ്യണം. അങ്ങനെ ജോബിന് അപ്ലൈ ചെയ്യുന്നിടത്ത്, നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നിടത്ത് ഒരുപാട് ആളുകൾ ഇതേ സർട്ടിഫിക്കറ്റ്സുമായിട്ട് അപ്ലിക്കേഷന് വരുന്നുണ്ട്. അപ്പൊ എങ്ങനെ അവരായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റും? ഈ ഹൈ ലിറ്ററസി വേൾഡിൽ എങ്ങനെ കോമ്പീറ്റ് ചെയ്യാൻ പറ്റും? അപ്പൊ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഇപ്പം കോമ്പറ്റീറ്റീവ് സാധനമല്ല. ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഇസ് സംതിങ് വിച്ച് ഇസ് ജസ്റ്റ് എൻ എലിജിബിലിറ്റി ക്രൈറ്റീരിയ മാത്രമാണ്. എന്താണ്? നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിന് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് വേണം. അല്ലാണ്ട് മാസ്റ്റേഴ്സ് ഉള്ളവർക്ക് ഈ പ്രോഗ്രാമിന് അഡ്മിഷൻ കിട്ടുക എന്നുള്ളതല്ല. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് വേണം. ഓക്കെ, മാസ്റ്റേഴ്സ് ആയിട്ട് അവിടെ ചെന്നിട്ട് കാര്യമില്ല. യു ഹാവ് ടു ബ്രിങ് സംതിങ് എൽസ്. അതിനേക്കാൾ മേലെ എന്തെങ്കിലും കൊടുത്താൽ മാത്രമേ പ്രോഗ്രാമിന് സെലക്ട് ആവുള്ളൂ. സോ ഡിഗ്രി നിങ്ങളെ കോമ്പറ്റീറ്റീവ് ആക്കുന്നില്ല ഈ കാലഘട്ടത്തിൽ. പകരം എന്താണ്, നിങ്ങൾക്കൊരു ബേസിക് എലിജിബിലിറ്റി ക്രൈറ്റീരിയ മാത്രമേ തരുന്നുള്ളൂ. ആൻഡ് എംപ്ലോയേഴ്സ് വാണ്ട് എക്സ്പീരിയൻസ് ഈവൻ ഫ്രം എ ഫ്രഷർ. അല്ലെ? ഒരു ഫ്രഷറിന് തന്നെ എക്സ്പീരിയൻസ് ആവശ്യമാണ്. നമ്മൾ പൊതുവെ മീമുകളിലും റീലുകളൊക്കെ കാണാറുണ്ട്, ഐ നീഡ് എ ജോബ്. അപ്പോൾ എംപ്ലോയർ പറയുന്ന യു ഡോണ്ട് ഹാവ് എക്സ്പീരിയൻസ്. അപ്പോൾ ബട്ട് ഐ നീഡ് ടു വർക്ക് ടു ഗെറ്റ് എക്സ്പീരിയൻസ്. ദെൻ വർക്ക്, ദാറ്റ്സ് വൈ ഐ എം ഹിയർ. അതിന് എക്സ്പീരിയൻസ് വേണം. അപ്പം പണിയെടുക്കാൻ, ജോബ് കിട്ടാൻ എക്സ്പീരിയൻസ് വേണം, എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ ജോബ് വേണം. അപ്പൊ ആ ഒരു ലൂപ്പിൽ പെടുകയാണ്. നമ്മൾ ഇങ്ങനത്തെ മീംസ് കാണാറുണ്ട്, നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്, നല്ല തമാശയാണ്. പക്ഷെ ഇത് നമ്മൾ ബാച്ചിലേഴ്സ് കഴിയുമ്പോഴോ മാസ്റ്റേഴ്സ് കഴിയുമ്പോഴോ നമ്മളെ തിരിച്ചു കുത്താൻ വരുന്ന തമാശയാണത്. അതപ്പൊ തമാശയായിരിക്കില്ല നമുക്ക്. ഈ ലൂപ്പിൽ പെട്ട് കഴിഞ്ഞാൽ ആളുകള് ബാച്ചിലേഴ്സ് കഴിയുന്ന അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് കഴിയുന്ന ഒരാളോട് ചോദിക്കുന്ന വാട്ട്സ് യുവർ എക്സ്പീരിയൻസ് എന്നാണ്. അപ്പൊ നമ്മൾ എന്ത് എക്സ്പീരിയൻസ്? ഞാൻ കോഴ്സ് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ, എക്സ്പീരിയൻസ് വേണമെങ്കിൽ നിങ്ങൾ ജോബ് തരണ്ടേ? അപ്പൊ ഈ ലൂപ്പ് നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ യു ഹാവ് ടു ഡു ഇന്റേൺഷിപ്സ്. പഠിക്കുന്നതിന്റെ കൂടെ എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ ഇന്റേൺഷിപ്സ് ആവശ്യമാണ്. അല്ലാണ്ട് ഈ മീം ഷെയർ ചെയ്ത് അല്ലെങ്കിൽ അങ്ങനെയുള്ള എംപ്ലോയേഴ്സിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ബിക്കോസ് പീപ്പിൾ ആർ ഡൂയിങ് ദിസ്. പഠിക്കുന്നതിന്റെ കൂടെ എക്സ്പീരിയൻസ് ഉണ്ടാക്കുന്നുണ്ട് ആളുകൾ, അവർക്ക് ജോബ് കിട്ടുകയും ചെയ്യും. അപ്പൊ നമ്മൾ ജോബിനെ കുറിച്ച് ചിന്തിക്കുന്നത് എപ്പോഴാ? എല്ലാം കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ്, മാസ്റ്റർ സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടുമ്പോൾ ഓക്കെ ഇനി ജോബ് ചെയ്യണം. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ സർട്ടിഫിക്കറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിന് വേണ്ടിയിട്ട് എക്സ്പീരിയൻസസ് ഒന്നും ഉണ്ടാവില്ല.
അപ്പൊ നമുക്ക് പെട്ടെന്ന് ജോബിന് കയറാൻ കഴിയില്ല, അല്ലെങ്കിൽ PhD ക്ക് കയറാൻ കഴിയില്ല. ബിക്കോസ് യു ഡോണ്ട് ഹാവ് എൻ എക്സ്പീരിയൻസ് ആൻഡ് പീപ്പിൾ ആർ എക്സ്പെക്ടിങ് എക്സ്പീരിയൻസ് ഫ്രം എന്താണ് ബാച്ചിലർ മാസ്റ്റർ സർട്ടിഫിക്കറ്റുമായിട്ട് വരുന്ന ഒരു കുട്ടീൻ്റെ പോലും എംപ്ലോയേഴ്സ് ആർ എക്സ്പെക്ടിങ് എക്സ്പീരിയൻസ്. അത് റിസർച്ചർ, ഒരു PhD കാരനാണെങ്കിൽ പോലും റിസർച്ചറിന് പോലും റിസർച്ച് എക്സ്പീരിയൻസ് അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ദ ഫസ്റ്റ് പോയിന്റ് ഈസ് ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഈ വേൾഡിൽ കോമ്പീറ്റ് ചെയ്യണമെങ്കിൽ എക്സ്പീരിയൻസ് വേണം, ഇന്റേൺഷിപ്സ് ചെയ്യണം, സംതിങ് അതർ ദാൻ ഗ്രേഡ്സ് ഓർ സംതിങ് അതർ ദാൻ അക്കാഡമിയ അല്ലെങ്കിൽ നോർമൽ അക്കാഡമിക് കോഴ്സ് നമ്മുടെ കയ്യിൽ വേണം. ഒരു ക്വിക്ക് ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാണ്, ഹൗ മച്ച് ടൈം ഡസ് ഇറ്റ് ടേക്ക് ടു മേക്ക് എ CV? നിങ്ങൾ ആരൊക്കെ ഇവിടെ CV ഉണ്ടാക്കിയവരുണ്ട്? നിങ്ങൾക്ക് ഒരു CVയോ റെസ്യൂമോ ഉണ്ടാക്കാൻ ഏകദേശം എത്ര ടൈം എടുക്കും? ഇപ്പൊ ഒരു PhD അപ്ലിക്കേഷൻ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാണ്ട്, ലെറ്റ് സ്റ്റാർട്ട് മേക്കിംഗ് മൈ CV എന്നൊക്കെ പറഞ്ഞ് 30 മിനിറ്റ്സിൽ ഉണ്ടാക്കാൻ പറ്റും. ചിലപ്പം ചില ആൾക്കാർക്ക് നല്ല CV ഓവർലീഫിലോ ലാറ്റക്സിലൊക്കെ ഉണ്ടാക്കാൻ അറിയുന്നവരോട് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നവരുണ്ട്. കുറച്ച് ടൈം എടുത്ത് അതിന് മേ ബി 60 മിനിറ്റ്സ് 2 hours ഒക്കെ എടുക്കായിരിക്കും. ആർക്കെങ്കിലും കമന്റ് ചെയ്യാൻ പറ്റും നിങ്ങൾക്കൊരു CV ഉണ്ടാക്കണേ ഏകദേശം എത്ര ChatGPT ടൈം ഉണ്ടെങ്കിൽ ഒരു 20 മിനിറ്റ്സ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട് നിഹാല്. വേറെ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ അറൌണ്ട് അതിനേക്കാളും ഫാസ്റ്റ് ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ അറൌണ്ട് ഒരു ആവറേജ് എത്ര ടൈം നമുക്ക് ഏകദേശം ഒരു CV ഉണ്ടാക്കാൻ എടുക്കും? വേറെ ആർക്കും എന്തെങ്കിലും കമന്റ് ഉണ്ടെങ്കിൽ പറയാട്ടോ. ഇതിൽ 30, 60, 2 hours ഇതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ എങ്കിലും നിങ്ങൾ എല്ലാവരും ക്ലിക്ക് ചെയ്യും. ഞാൻ നോക്കട്ടെ ഒരു ആവറേജ് നിങ്ങൾ ഒരു CV ഉണ്ടാക്കാൻ എത്ര സമയം എടുക്കും എന്നുള്ള ഒരു കോമൺ ഐഡിയ കിട്ടാൻ വേണ്ടിട്ടാ. ഞാൻ കമന്റ് ബോക്സിൽ ഇട്ടാൽ നിങ്ങൾക്ക് അടുത്തേക്ക് പോവാം. ഓക്കെ, 2 hour എടുക്കും എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിലില്ലാത്ത ഇടണമെങ്കിലും ഇടാം കേട്ടോ. ഞാൻ പറഞ്ഞു ഇതിലുള്ള ഏതെങ്കിലും ഒന്ന് ഇടാൻ വേണ്ടിട്ട് പറഞ്ഞതാണ്. ഓക്കെ, അപ്പം 30 മിനിറ്റ്സ് പറയുന്നുണ്ട്, 1 hour പറയുന്നുണ്ട്, 2 hours പറയുന്നുണ്ട്. അപ്പം ഞാൻ എന്റെ CV ഉണ്ടാക്കാൻ എത്ര സമയം എടുത്തു എന്ന് ഞാൻ പറയട്ടെ. ഞാൻ 5 വർഷം എടുത്തു എന്റെ CV ഉണ്ടാക്കാൻ. സോ CV ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ പ്രോസസ് ദാറ്റ് വി ജസ്റ്റ് ഡു വിത്തിൻ ലൈക്ക് ഇനി ഐ ആം ഗോയിങ് ടു ഡു എ PhD അല്ലെങ്കിൽ ഞാൻ ഒരു ജോബിന് പോവാണ്, ഞാൻ CV ഉണ്ടാക്കാൻ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ല പ്രോസസ്സ്. ആ പ്രോസസ്സ് നിങ്ങൾ ബാച്ചിലേഴ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തുടങ്ങുന്ന പ്രോസസ്സാണ്. അതിലേക്കുള്ള കണ്ടന്റ് നിങ്ങൾ എവിടുന്ന് മുതൽ തുടങ്ങണം? നിങ്ങൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ തുടങ്ങണം. സോ CV is not something you make in 30 minutes or 1 hour or 2 hours. You should start building on your CV from your first year of bachelor's. ഈവൻ നമ്മളെ +1, +2 മാർക്കുകൾ വരെ ചിലപ്പോൾ ആളുകൾ CV ആഡ് ചെയ്യും. അപ്പൊ അന്ന് മുതൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും വി ആർ ആഡിങ് ടു ദ CV. അല്ലാണ്ട് CV നമ്മൾ അരമണിക്കൂർ കൊണ്ട് ഉണ്ടാക്കാം, അത് ഡിസൈൻ ചെയ്യാം. പക്ഷെ അതിനു വേണ്ടിയുള്ള കണ്ടന്റ് എവിടെ നമുക്ക് കിട്ടുക? വെർ ക്യാൻ വി ഗെറ്റ് ദ കണ്ടന്റ്? അതിനുള്ള കണ്ടന്റ് കിട്ടണമെങ്കിൽ വി ഹാവ് ടു വർക്ക്. നമ്മൾ ബാച്ചിലേഴ്സ് ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ കൂടെ ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ടാവണം, റിസർച്ച് ചെയ്തിട്ടുണ്ടാവണം, എവിടെയെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടാവണം. സോ ഇറ്റ്സ് നോട്ട് സംതിങ് യു ആർ ഡൂയിങ് വിത്തിൻ 30 മിനിറ്റ്സ്. ഇറ്റ്സ് സംതിങ് ദാറ്റ് യു ആർ ഡൂയിങ് ദാറ്റ് ടേക്ക് ടൈം, ഇയേഴ്സ്. അപ്പം ബാച്ചിലേഴ്സ് കഴിഞ്ഞ് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് ഓക്കെ PhDക്ക് അപ്ലൈ ചെയ്യാൻ എന്തൊക്കെ വേണം? SOP വേണം, CV വേണം. ഓക്കെ ഓക്കെ ഇനി CV ഉണ്ടാക്കി തുടങ്ങണം. അങ്ങനെയല്ല, CVക്ക് എന്ത് വേണം എന്നുള്ളത് നിങ്ങൾ ആദ്യം ചിന്തിക്കണം. എന്റെ ഈ ഫസ്റ്റ് ഇയറിൽ ഞാൻ CVയിലേക്ക് എന്തൊക്കെ ആഡ് ചെയ്യണം? ഓക്കെ, ഇന്നൊരു ഇന്റേൺഷിപ്പ് ചെയ്തിട്ട് അത് ആഡ് ചെയ്യാം. സെക്കൻഡ് ഇയറിൽ ഇന്ന സ്ഥലത്ത് പോവാം, തേർഡ് ഇയറിൽ ഇന്ന സാധനം ചെയ്യാം. ഇതാണ് CV ബിൽഡിങ്. അല്ലാണ്ട് അരമണിക്കൂറിൽ ആർക്കും ഉണ്ടാക്കാം. പക്ഷെ അതിനുള്ള കണ്ടന്റ് ആര് തരണം? അത് നമ്മൾ പണിയെടുത്തുണ്ടാകും. So to build a powerful CV, you have to do internships. ഇനി ഞാൻ ജസ്റ്റ് എന്റെ ഒരു CV ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്തിരുന്നില്ലെങ്കിൽ എന്റെ CVയിലെ റിസർച്ച് എക്സ്പീരിയൻസ് സെഷൻ എന്തായിരിക്കും നോക്കിയാൽ ഇത് മാത്രമായിരിക്കും ഉണ്ടാവുക. എനിക്ക് കമ്പൽസറി തീസീസ് ചെയ്യണമായിരുന്നു, അതില്ലാത്തവർക്ക് അതും ഉണ്ടാവില്ല. സോ ഇത് എനിക്ക് കമ്പൽസറി തീസീസ് ഉണ്ടായിരുന്നു. അത് കാരണം എന്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഐസർ കൊൽക്കത്തയിൽ എന്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ എന്റെ കമ്പൽസറി തീസീസ് ഉണ്ട്. ആ തീസീസ് മാത്രമേ ഞാൻ ചെയ്തിട്ടുണ്ടാവുള്ളൂ. മൈ CV എക്സ്പീരിയൻസ് സെക്ഷൻ വിത്തൗട്ട് എൻ ഇന്റേൺഷിപ്പ് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവാം. ഡു യു തിങ്ക് യൂണിവേഴ്സിറ്റി ഓഫ് ഷിക്കാഗോയിൽ ഞാൻ ഈ എക്സ്പീരിയൻസുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് യൂണിവേഴ്സിറ്റി ഓഫ് ഷിക്കാഗോ എന്ന് റിപ്ലൈ തരുമോ? ഈവൻ ആരെങ്കിലും റെസ്പോണ്ട് ചെയ്യോ എന്നെ PhD അപ്ലിക്കേഷന്? ഡെഫിനറ്റ്ലി ഇല്ല അല്ലെ, വിത്ത് എ സിംഗിൾ റിസർച്ച് എക്സ്പീരിയൻസ്. ആരെങ്കിലും പറയുന്നുണ്ടോ?
ഓക്കെ. പക്ഷെ എന്റെ CV വിത്ത് മൈ റിസർച്ച് എക്സ്പീരിയൻസ് ഇതാണ്. 2 പേജ് ഉണ്ട്. ഇതാണ്. ഇതിൽ ഞാൻ എന്റെ ഒരു സ്റ്റോറി ഞാൻ പറയാം, ഞാൻ എവിടെയൊക്കെ ഇന്റേൺഷിപ്പ് ചെയ്തു എന്നുള്ളത്. ഇതാണ് വിത്ത് മൈ ഇന്റേൺഷിപ്സ്. എന്റെ ഇന്റേൺഷിപ്സ് ഞാൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ CV-യിലെ എക്സ്പീരിയൻസ് സെക്ഷൻ മാത്രമാണ് ഞാൻ പറയുന്നത്. ഇതാണ് എന്റെ എക്സ്പീരിയൻസ് സെക്ഷൻ. സോ ഈ CV ഞാൻ ഉണ്ടാക്കാൻ ഞാൻ അരമണിക്കൂർ എടുത്താൽ പോരാ. ഞാൻ എന്റെ ഫസ്റ്റ് ഇയർ മുതലേ വർക്ക് ചെയ്യണം, എന്നാലേ എനിക്ക് CV ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഇസ് ഇറ്റ് പോസിബിൾ ടു ബിൽഡ് എ CV ഇൻ 30 minutes? ഡെഫിനറ്റ്ലി നോ. നമുക്ക് വേറെ ആർക്കെങ്കിലും ഉണ്ടാക്കി കൊടുക്കാം, പക്ഷെ നമ്മൾ CV നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ നേരത്തെ തുടങ്ങണം. ഇനിയിപ്പോ ഫസ്റ്റ് ഇയറിലല്ല നിങ്ങളെങ്കിലും ഇപ്പൊ തുടങ്ങണം. ഇനി പണ്ട് തുടങ്ങാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് ഇനി വേണ്ടെന്ന് വിചാരിക്കേണ്ട, ഇപ്പൊ തുടങ്ങണം. ഓക്കെ, അടുത്ത പോയിന്റ്, ടു ബിൽഡ് സ്കിൽ സെറ്റ്സ്. അല്ലെ, സ്കിൽ സെറ്റ്സ് ഉണ്ടാക്കാൻ. അപ്പം ഇന്റേൺഷിപ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ കഴിയും അല്ലെ, ഒരുപാട് സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാൻ കഴിയും. ഞാൻ ജസ്റ്റ് എന്റെ CV-ന്റെ എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ പറയാണ്. എന്റെ ഇന്റേൺഷിപ്സ് ഉണ്ടായിരുന്നില്ലെങ്കിൽ എന്റെ സോഫ്റ്റ്വെയർ സ്കിൽസും ഇൻസ്ട്രുമെന്റ് സ്കിൽസും എന്റെ CV-യിൽ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഈ CV-യിലുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് കോഴ്സ് വർക്കിന്റെ കൂടെ ഐസറിൽ കിട്ടിയതാണ്. ഇതെല്ലാം എല്ലാവർക്കും കിട്ടണമെന്നില്ല. എനിക്ക് ഐസറിൽ കുറച്ച് കോഴ്സ് വർക്ക് ചെയ്യാനുള്ളതിന്റെ കൂടെ ഞാൻ പഠിച്ചതാണ്. പക്ഷെ ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്ത കാരണം എനിക്ക് ഈ സ്കിൽ സെറ്റ്സ് ഒക്കെ എനിക്ക് ആഡ് ചെയ്യാൻ പറ്റി. കാരണം ഓരോ ഇന്റേൺഷിപ്പിന് പോകുമ്പോഴും അവിടുത്തെ പ്രൊഫസറിനോ സയന്റിസ്റ്റിനോ എന്നെ കൊണ്ട് ഇന്ന കാര്യം ചെയ്യിപ്പിക്കേണ്ടി വരും. അപ്പൊ അവർ ഇത് ചെയ്യാൻ പറയും, ഇത് പഠിക്കാൻ പറയും. അപ്പൊ അവിടെ നെസസിറ്റി കാരണം ഞാനത് പഠിക്കും, കാരണം അവിടുത്തെ ഇന്റേൺഷിപ്പ് കംപ്ലീറ്റ് ചെയ്യണം. അപ്പൊ അങ്ങനെ ചിലപ്പോൾ ടഫുള്ള കാര്യമായിരിക്കും, പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ പഠിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, അത് യൂസ് ചെയ്യും. മേ ബി 2-3 months അവിടെ വർക്ക് ചെയ്യുമ്പോൾ ആ സ്കില്ല് നമ്മൾ അക്വയർ ചെയ്ത് കഴിഞ്ഞു. സോ ഇങ്ങനെ ഡിഫറെന്റ് സ്ഥലങ്ങളിൽ പോകുന്നതിന് കൂടെ നിങ്ങൾ ഒരുപാട് സ്കില്ലുകൾ നിങ്ങൾ എന്ത് ചെയ്യും, പഠിച്ചെടുക്കും. അങ്ങനെ ഒരുപാട് സ്കില്ലുകൾ നിങ്ങൾ പഠിച്ചെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങളുടെ CV-യിൽ അത് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. സോ സ്കിൽ സെറ്റ് ഡെവലപ്പ് ചെയ്യാനും ഇന്റേൺഷിപ്സ് വലിയ രീതിയിൽ സഹായിക്കും. മൂന്നാമത്തത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ടു ബിൽഡ് കണക്ഷൻസ്. എസ്പെഷ്യലി ഞാൻ റിസർച്ച് ആണെങ്കിലും ഈ ഇൻഡസ്ട്രീന്റെ ആസിഫ് പറയും, അവിടെ ആവശ്യം ഉണ്ടാവും, ഞാൻ അതിനെ പറ്റി പറയുന്നില്ല. റിസർച്ച് ആണെങ്കിൽ ഇഫ് യു നിങ്ങൾ ഹയർ ലെവലിലേക്ക് പോകുന്നതിനനുസരിച്ച് റിസർച്ച് ഈസ് ഓൾ അബൌട്ട് ബിൽഡിംഗ് കണക്ഷൻസ്. കണക്ഷൻസ് ഇല്ലാണ്ട് നിങ്ങളുടെ മാർക്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു റിസർച്ച് ഫീൽഡ് പിടിച്ചേക്കാൻ കഴിയില്ല. നോ വൺ ആസ്ക് യുവർ മാർക്സ്. ഇറ്റ്സ് നോട്ട് അബൌട്ട് വാട്ട് യു നോ. നിങ്ങൾക്ക് എന്താ അറിയാന്നുള്ളത് മാത്രമല്ല, നിങ്ങൾക്ക് ആരെ അറിയാന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ് റിസർച്ച് കരിയറിലേക്ക് പോകുമ്പോൾ. അതുകൊണ്ട് തന്നെ നെറ്റ്വർക്കിംഗ് വളരെ ക്രൂഷ്യൽ ആണ്. അപ്പൊ നിങ്ങൾ ഒരു ഇന്റേൺഷിപ്പ് ചെയ്യാൻ പോകുന്നത് അവിടുത്തെ സർട്ടിഫിക്കറ്റിന് വേണ്ടി ആവരുത്. കാരണം ജസ്റ്റ് ചെയ്യുന്നു പോരുന്നു, പിന്നെ ആ ഒരു സൂപ്പർവൈസറോ ആ ഗൈഡിനായിട്ട് ഒരു കണക്ഷനും കീപ്പ് ചെയ്യാതെ വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ടൊരു കാര്യമില്ല. മേ ബി കാര്യം ഉണ്ടാവും, സ്കിൽ സെറ്റിലേക്ക് ഒരു 2 സ്കില്ല് ആഡ് ചെയ്യാം, എക്സ്പീരിയൻസിൽ ചെറുതായിട്ട് എഴുതി വെക്കാം. പക്ഷെ അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആണ് അന്ന് നിങ്ങൾ ഏത് സയന്റിസ്റ്റിന്റെ കീഴിലാണോ ഏത് പ്രൊഫസറിന്റെ കീഴിലാണോ വർക്ക് ചെയ്തത് അയാളായിട്ടുള്ള ബന്ധം. കാരണം നിങ്ങൾക്ക് PhD ചെയ്യാനോ അല്ലെങ്കിൽ വേറൊരു ജോബിന് കയറാനോ ഒക്കെ ചിലപ്പോൾ അയാളുടെ റെക്കമെൻഡേഷൻ ആവശ്യം ഉണ്ടാവും. എസ്പെഷ്യലി ഇഫ് യു ആർ പ്ലാനിങ് ടു ഡു എ PhD ഇൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഓർ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, അവിടെയൊക്കെ ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്. ഞാൻ അതിനെ പറ്റി പറയാം. ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളെ ഗ്രേഡ്സിനെക്കാളും പ്രാധാന്യം ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ ആണ്. നിങ്ങൾ ആരെങ്കിലും റെക്കമെൻഡ് ചെയ്യണം, ദിസ് സ്റ്റുഡന്റ് ഹാസ് വർക്ക്ഡ് അണ്ടർ മീ. ആ വർക്ക് ചെയ്തത് കാരണം അയാൾക്ക് അവനെ പറ്റി എനിക്ക് നല്ല രീതിയിൽ അറിയാം, അവൻ നല്ല വർക്ക് ചെയ്യുന്ന, അവൾ നല്ല രീതിയിൽ റിസർച്ച് ചെയ്യുന്ന ആളാണ്, അവൾ ലാബിൽ നല്ല വർക്ക് എക്സ്പീരിയൻസ് ഉള്ളതാണ്, ആളുകളായിട്ട് നല്ല ബിഹേവിയർ ആണ്. ഇതൊക്കെ പറയാൻ നിങ്ങളെ കയ്യിൽ ഒരാൾ പോരാ, 3 ആൾ വേണം. ഇന്റർനാഷണൽ PhD ചെയ്യാനാണെങ്കിൽ 3 പേര് മിനിമം വേണം നിങ്ങളെ റെക്കമെൻഡ് ചെയ്യാൻ. നിങ്ങൾക്ക് മാർക്ക് ഉണ്ടായിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് നല്ല ഗ്രേഡ്സോ ഈവൻ റിസർച്ച് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടും കാര്യമില്ല. നിങ്ങളെ റെക്കമെൻഡ് ചെയ്യാൻ ഒരൊറ്റ പ്രൊഫസർ പോലും നിങ്ങൾക്കില്ലെങ്കിൽ യു കനോട്ട് ഗോ ഔട്ട്സൈഡ് ഫോർ ഡൂയിങ് PhD. ഈവൻ ഇന്ത്യയിലും ചില ഐസറുകളിലൊക്കെ LORകൾ, ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻസ് നല്ല വാല്യൂ ഉണ്ട്. എല്ലായിടത്തും ഇന്ത്യയിലില്ല, ബട്ട് ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പ്രത്യേകമുണ്ട്. ഇഫ് യു ആർ പ്ലാനിങ് ഗോയിങ് ടു ഗോ ഔട്ട്സൈഡ്, LOR ആവശ്യമാണ്. അപ്പൊ എങ്ങനെ ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ, നമ്മളെല്ലാം കഴിഞ്ഞ് PhD-ക്ക് അപ്ലൈ ചെയ്യാൻ നേരത്ത് ഒരു പരിചയമില്ലാത്തൊരു പ്രൊഫസറോട് സാർ ഞാൻ PhD-ക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്, ഒരു ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ ഉണ്ടാക്കി തരുമോ വെച്ച് കഴിഞ്ഞാൽ അയാൾ പറയും ഐ ഡോണ്ട് നോ യു, ഞാൻ എനിക്കൊരു ക്ലാസ് എടുത്തു, അതല്ലാണ്ട് എനിക്ക് എന്നെ അറിയാം, നിന്നെ എനിക്കറിയില്ല. ഇനി ഈവൻ നിങ്ങൾ ഒരു ഇന്റേൺഷിപ്പ് ചെയ്ത സമയത്ത് അയാളായിട്ട് തീരെ നെറ്റ്വർക്കിങ്ങോ കണക്ഷൻസോ ഉണ്ടാക്കാണ്ട് വർക്ക് മാത്രം ചെയ്തു പോകുന്നു. എന്നിട്ട് കുറെ കാലത്തിന് ശേഷം അയാളോട് നമ്മൾ പോയി പറയാണ് സാർ ഞാൻ PhD-ക്ക് അപ്ലൈ ചെയ്യണം, സാർ റെക്കമെൻഡേഷൻ വേണം. അപ്പൊ അയാൾക്ക് ബേസിക്കലി നിങ്ങൾ അറിയില്ല, ആകെ നിങ്ങളൊരു വർക്ക് ചെയ്തു എന്നല്ലാണ്ട് ആൾക്ക് നിങ്ങളെ പേഴ്സണലി അറിയില്ല. അല്ലെങ്കിൽ പേഴ്സണലി ഇൻ സെൻസ് നിങ്ങളുടെ
നിങ്ങൾ അയാളായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ട്, അപ്പൊ അയാളായിട്ട് ഇന്ററാക്ട് ചെയ്യണം, അയാളായിട്ട് കണക്ഷൻ കീപ്പ് ചെയ്യണം. കണക്ഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഞാൻ കുറച്ച് സ്ലോ ആണ് തോന്നുന്നു. അപ്പൊ ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ ഇമ്പോർട്ടന്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. 3 ലെറ്റർ ഓഫ് അത് ഹൈലി വാല്യുബിൾ ആണ്. അതുപോലെ തന്നെ ഇൻ ദ ഹയർ ലാഡർ ഓഫ് അക്കാഡമിയ ഈ ഗ്രേഡ്സിന്റെ ഇമ്പോർട്ടൻസ് വളരെ താഴെയാണ്. നിങ്ങൾ ഫുൾ എ പ്ലസ് വാങ്ങിയിട്ടോ അല്ലെങ്കിൽ ഡിഗ്രിയിൽ 100 അല്ലെങ്കിൽ 99.9 വാങ്ങി, അല്ലെങ്കിൽ 9 CGPA വാങ്ങി, 9.5 CGPA വാങ്ങി എന്നല്ല നോക്കുക. ഈ കണക്ഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിനേക്കാൾ ഇമ്പോർട്ടന്റ് നിങ്ങളുടെ LORകളായിരിക്കും. അപ്പൊ ഞാൻ ജസ്റ്റ് എന്റെ ഇന്റേൺഷിപ്പ് ജേർണിയിലൂടെ ഒന്ന് കടന്നു പോവാണ്. അതിലൂടെ ജസ്റ്റ് എന്റെ ഇന്റേൺഷിപ്പ് ജേർണിന്റെ കൂടെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനും അതിൽ നിന്ന് എനിക്കുണ്ടായ എക്സ്പീരിയൻസുകളിൽ നിന്ന്. ഞാൻ ആദ്യമായിട്ട് ഇന്റേൺഷിപ്പ് ചെയ്യുന്നത്, ഞാൻ ഐസറിൽ ജോയിൻ സമയത്ത് 2019 ജോയിൻ ചെയ്തു. 2020 ആകുമ്പോഴാണ് എന്റെ ഫസ്റ്റ് സമ്മർ ഇന്റേൺഷിപ്പ് വരുന്നത്. സമ്മർ ബ്രേക്ക്, അതാണ് നമ്മളെ മേജർ ഇന്റേൺഷിപ്പ് ടൈം. അപ്പൊ ഫസ്റ്റ് നിങ്ങൾക്ക് അറിയാലോ 2019-20 എന്ന് പറഞ്ഞ കോവിഡ് ആണ്. അപ്പൊ കോവിഡിന്റെ സമയത്തായതുകൊണ്ട് ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് IIT IITM എന്ന് പറഞ്ഞ പൂനെയിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അവിടെ ഞാനൊരു പ്രൊഫസർ സയന്റിസ്റ്റിനായിട്ടൊക്കെ കണക്ട് ചെയ്ത് വെച്ചിരുന്നു. പക്ഷേ കോവിഡ് വന്നതിന് ശേഷം അത് നടന്നില്ല. പക്ഷെ ഞാൻ എന്ത് ചെയ്തില്ല, ഐ ഡിഡ്ന്റ് ഗിവ് അപ്പ്. ഞാൻ ഓക്കെ, നമുക്ക് ഓഫ്ലൈൻ ചെയ്യാൻ പറ്റില്ല എന്നല്ലേ ഉള്ളൂ, എന്നാൽ വിർച്വൽ ഇന്റേൺഷിപ്സ് നോക്കാന്ന് വിചാരിച്ചു. അങ്ങനെ അപ്രാവശ്യം കുറച്ച് വിർച്വൽ ഇന്റേൺഷിപ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർക്ക് മെയിൽ അയച്ചു. അപ്പൊ വിർച്വൽ ഇന്റേൺഷിപ്പ് അല്ലേ, ഓൺലൈനിലല്ലേ ചെയ്യുന്നത്, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇന്റർനാഷണൽ സയന്റിസ്റ്റുകൾക്കൊക്കെ മെയിൽ അയക്കാം. കാരണം ഫണ്ടിങ് ആവശ്യമില്ലല്ലോ. ഏത് US പ്രൊഫസറിനോ അല്ലെങ്കിൽ വല്ല യൂറോപ്പിലെ പ്രൊഫസറിനൊക്കെ മെയിൽ അയക്കാമല്ലോ. ഓൺലൈനിലല്ലേ ചെയ്യുന്നത്, അവിടെ പോകേണ്ട ആവശ്യമില്ല. അവിടെ പോകണമെങ്കിൽ മാത്രമല്ലേ ഫണ്ട് ചെയ്യേണ്ടതുള്ളൂ. അങ്ങനെ ഞാൻ കുറെ ആൾക്കാർക്ക് മെയിൽ അയച്ചു. കുറെ ആൾക്കാർക്ക് മെയിൽ അയക്കുമ്പോഴൊക്കെ നിങ്ങൾ കരുതേണ്ട ഒരു പോയിന്റ് എന്താ വെച്ചാല്, വലുതൊക്കെ ഹാർവേർഡിൽ മെയിൽ അയച്ചോളൂ, ഓക്സ്ഫോർഡിൽ മെയിൽ അയച്ചോളൂ, നോ വൺ കെയർസ്. നിങ്ങൾ അങ്ങനെ മെയിൽ അയച്ചു വിചാരിച്ച് അവരും മൈൻഡ് ചെയ്യുന്നുണ്ടാവില്ല. ചിലപ്പോൾ മൈൻഡ് ചെയ്താലോ നമുക്ക് റിഗ്രറ്റ് ഉണ്ടാവാൻ പാടില്ല. സോ ഞാൻ ഹാർവേർഡിലും ഓക്സ്ഫോർഡിലൊക്കെ മെയിൽ അയച്ചിരുന്നു ഫസ്റ്റ് ഇയറിലുള്ള സമയത്ത്. സോ നോ വൺ, ആരും പറഞ്ഞതുപോലെ ആരും മൈൻഡ് ചെയ്തില്ല. പക്ഷെ യൂണിവേഴ്സിറ്റി ഓഫ് ഇല്ലിനോയ്സ് ഷിക്കാഗോ, ഞാനിപ്പോൾ ഉള്ള യൂണിവേഴ്സിറ്റി അല്ല കേട്ടോ അത്, UIC എന്ന് പറയുന്നത് ഷിക്കാഗോയിലെ വേറൊരു യൂണിവേഴ്സിറ്റിയാണ്. ഞാനിപ്പോൾ ഉള്ളത് യൂണിവേഴ്സിറ്റി ഓഫ് ഷിക്കാഗോയിലാണ്. അപ്പൊ യൂണിവേഴ്സിറ്റി ഓഫ് ഇല്ലിനോയ്സ് ഷിക്കാഗോയിലെ ഒരു പ്രൊഫസർ എനിക്ക് ഇങ്ങനെ, ഞാൻ കുറെ ആൾക്കാർക്ക് മെയിൽ അയച്ച സമയത്ത് ഒരു പ്രൊഫസർ എനിക്ക് മെയിൽ റിപ്ലൈ എന്നിട്ട് പറഞ്ഞു, ഓക്കെ ബാസിൽ, എൻ്റെ ഒരു പ്രൊജക്ട് ഉണ്ട്, എൻ്റെ ഫണ്ട് ഒന്നും ഉണ്ടാവില്ല, ഐ വാസ് നോട്ട് എക്സ്പെക്ടിങ് എ ഫണ്ട്, ഞാൻ ഫണ്ട് എക്സ്പെക്ട് ചെയ്യുന്നില്ല, ഓൺലൈനിലാണ്, അപ്പൊ വർക്ക് ചെയ്യാൻ താല്പര്യം വർക്ക് ചെയ്തോന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അയാളെ കയ്യിൽ വിർച്വലി ഒരു ഇന്റേൺഷിപ്പ് ചെയ്തു. അത് റിമോട്ട് സെൻസിംഗിലായിരുന്നു. സെൻസ് ഫീൽഡിലുള്ള ആൾക്കാർക്ക് അറിയാം, റിമോട്ട് സെൻസിങ് ഒരു ഐസ് ക്യാപ്സിന്റെ ഈ ലാൻഡ്സാറ്റ് ഇമേജുകൾ ഉണ്ടല്ലോ, സാറ്റലൈറ്റ് ഇമേജുകൾ വെച്ചിട്ട് ഐസ് ക്യാപ്പ്, ക്ലൈമറ്റ് ചേഞ്ച് കാരണം ഉണ്ടാവുന്ന ഐസ് ക്യാപ്പ് ഉരുകുന്നതിനെ കുറിച്ചുള്ള കുറച്ച് സ്റ്റഡി ആയിരുന്നു. അപ്പൊ ആളെ കീഴിൽ ഞാൻ വർക്ക് ചെയ്തു. അന്നാണ് ഞാൻ ഒരു സോഫ്റ്റ്വെയർ QGIS എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ പഠിച്ചു. കുറച്ച് ഡാറ്റ അനാലിസിസ് ടെക്നിക്സ് ഒക്കെ പഠിച്ചു. ആളായിട്ട് നല്ല കണക്ഷൻ. ഞാൻ ഫസ്റ്റ് ഇയറിൽ ചെയ്ത ഇന്റേൺഷിപ്പ് ആണ്. ഞാൻ ഐസറിൽ പോയത് 5 വർഷത്തെ ഇതിലാണ്, BSc ബാച്ചിലർ ഫസ്റ്റ് ഇയറിൽ ചെയ്ത ഇന്റേൺഷിപ്പ് ആണ്. അയാളായിട്ട് നല്ല കണക്ഷൻ ഉണ്ടാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആ കണക്ഷൻ കീപ്പ് ചെയ്ത് എങ്ങനെ വെച്ചാൽ, അയാളായിട്ടുള്ള വർക്ക് ഒരു 6 മാസം 7 മാസം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആൾക്ക് മെയിൽ അയക്കും. എന്നിട്ട് പറയും, സാർ സുഖല്ലേ, എനിക്ക് സുഖമാണ്, ഞാനിപ്പം കറന്റ് ഇന്ന ഇന്റേൺഷിപ്പ് ആണ്, അല്ലെങ്കിൽ ഇന്ന വർഷത്തെ കോഴ്സ് കഴിഞ്ഞു, അല്ലെങ്കിൽ ഇന്ന സംഭവം കഴിഞ്ഞു, ഞാൻ അടുത്ത പ്രോഗ്രാമിന് പോവാണ്, അല്ലെങ്കിൽ എന്റെ മാസ്റ്റർ തീസിസിന് ഞാൻ NIOയിൽ പോവാണ്, അല്ലെങ്കിൽ ഞാൻ ഇന്റേൺഷിപ്പിന് ഇന്ന സ്ഥലത്ത് പോവാണ്. സാറിനെ വെറുതെ ഞാൻ എങ്ങനെ നോട്ടിഫൈ ചെയ്യും. സാർ എനിക്കും മെയിൽ അയക്കും, സുഖമാണല്ലോ, എന്തൊക്കെ വർത്താനം, ഓക്കെ നമ്മളെ വർക്കിന്റെ ഒരു പബ്ലിക്കേഷന്റെ പാർട്ട് ഞാൻ ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സാർ ഇങ്ങോട്ടും മെയിൽ അയക്കും. അങ്ങനെ ബന്ധങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കി. 5 കൊല്ലം കഴിഞ്ഞതിന് ശേഷം ഞാൻ PhDക്ക് അപ്ലൈ ചെയ്യുമ്പോൾ UICയിലെ ഈ പ്രൊഫസർ എനിക്ക് ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ തന്നു. ഞാൻ ഇയാളുടെ ഇന്റേൺഷിപ്പ് ചെയ്തിട്ട് ഞാൻ അയാളായിട്ട് പിന്നെ ഒരു ബന്ധം കീപ്പ് ചെയ്തില്ലെങ്കിൽ 5 കൊല്ലം കഴിഞ്ഞിട്ട് സാർ എനിക്കൊരു ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ വേണമെന്ന് വെച്ചാൽ അയാൾ തന്നെ ഇതാ ചെങ്ങായി എന്ന് തോന്നും. അയാൾക്ക് തന്നെ ചിന്തിക്കും, ഹൂ ഇസ് ദിസ് ഗൈ. അപ്പോ ഓക്കെ, ഞാൻ അന്ന് പണ്ട് ഇന്റേൺഷിപ്പ് ചെയ്തിരുന്നു സാർ 5 കൊല്ലം മുമ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ഓർമ്മ ഉണ്ടാവില്ല. അയാൾ തരുന്ന ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ അത്ര വാല്യൂ ഉണ്ടാവില്ല, അയാൾക്ക് എന്നെ പറ്റി നല്ല രീതിയിൽ എഴുതാൻ പറ്റില്ല. പക്ഷെ ഇങ്ങനെ പറഞ്ഞപ്പോൾ അയാൾ എനിക്ക് ലെറ്റർ ഓഫ് റെക്കമെൻഡേഷനും തന്നു. അയാളുടെ ലെറ്റർ ഓഫ് റെക്കമെൻഡേഷനും വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു എനിക്ക് PhD കിട്ടാൻ. സോ ഞാൻ എന്റെ സ്റ്റോറിയിൽ ഒരു മെസ്സേജും കൂടി പറയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. ഓക്കെ, ഇത് 2020 കേസാണ്. പിന്നെ ഞാൻ ആ കോവിഡ് കഴിഞ്ഞ സമയത്ത് ഐസറിൽ തിരിച്ചു വന്ന ഐസർ കൊൽക്കത്തയിൽ നിന്ന് തന്നെ അവിടെ തന്നെയുള്ള ഒരു ലാബിൽ വിന്റർ ഇന്റേൺഷിപ്പ് ചെയ്തിരുന്നു. ഞാൻ കൂടുതൽ ടൈം എടുക്കുന്നില്ല. പിന്നെ എന്റെ ശരിക്കുള്ള ഒരു പുറത്തു പോയൊരു ഒഫീഷ്യൽ ഇന്റേൺഷിപ്പ് 2022 സമ്മർ ഇന്റേൺഷിപ്പ് ആയിരുന്നു. അത് ഞാൻ ഐസർ പൂനെയിലാണ് പോയത്. ഗ്ലേഷ്യോളജിയിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തത്. ഇത് ഞാൻ പ്രത്യേകം പറയാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഇന്റേൺഷിപ്പ്, എല്ലാ ഇന്റേൺഷിപ്സും നിങ്ങൾക്കൊരു പോസിറ്റീവ് സാധനമായിരിക്കണം എന്നില്ല. എല്ലാ ഇന്റേൺഷിപ്പും ചെയ്യുമ്പോൾ ഓക്കെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു, നിങ്ങൾ ആ ഫീൽഡിൽ റിസർച്ച് ചെയ്യും, അതൊന്നുമല്ല. ചില ഇന്റേൺഷിപ്സ് നിങ്ങൾക്ക് എന്തായിരിക്കും, നിങ്ങൾക്ക് വർക്ക്ഔട്ട് ആയില്ലെങ്കിലും ഇറ്റ് വിൽ ബി എ വിൻ വിൻ, എപ്പോഴും വിജയം മാത്രമാണ്. നിങ്ങൾ ഏത് ഇന്റേൺഷിപ്പിന് പോയാലും
അത് നിങ്ങൾക്ക് വർക്കൗട്ട് ആയില്ലെങ്കിലും വിജയമാണ്. ഞാൻ ഈ ഇന്റേൺഷിപ്പിന് പോയപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഈ ഫീൽഡിൽ ഞാൻ റിസർച്ച് ചെയ്യില്ല എന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് ആ റിസർച്ച് ഇഷ്ടമായില്ല. കാരണം ആ റിസർച്ച് വാസ് ബേസിക്കലി ന്യൂമറിക്കൽ മോഡൽസ് ആയിരുന്നു. എന്റെ കപ്പ് ഓഫ് ടീ അല്ല ന്യൂമറിക്കൽ മോഡൽസ് ഉണ്ടാക്കുക. ഞാൻ ഗ്ലേഷ്യോളജി എന്ന് കേട്ടപ്പോൾ ഗ്ലേഷ്യസിനെ കുറിച്ച് അങ്ങനെയൊക്കെ ചിന്തിച്ച് പോയതായിരുന്നു. പക്ഷെ ഇറ്റ് വാസ് കംപ്ലീറ്റ്ലി ന്യൂമറിക്കലി മോഡലിംഗ് ദ ഗ്ലേഷ്യസിന്റെ മൂവ്മെന്റ് ന്യൂമറിക്കലി മോഡൽ ചെയ്യുക. ഇറ്റ്സ് എൻ ഇൻട്രസ്റ്റിംഗ് തിങ്. ബട്ട് എനിക്ക് അതിനുള്ള ആപ്റ്റിറ്റ്യൂഡ് ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ന്യൂമറിക്കൽ മോഡൽസ് ആയിട്ട് കളിക്കാൻ. ഇവിടെ ന്യൂമറിക്കൽ മോഡൽസ് ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും. ദേ ക്യാൻ ഡെഫിനറ്റ്ലി. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എനിക്ക് എന്റെ വീക്ക്നെസ് മനസ്സിലാക്കാൻ ഈ ഇന്റേൺഷിപ്പ് എന്നെ സഹായിച്ചു. ഈ ഫീൽഡിൽ നീ പോണ്ട. അപ്പോ എല്ലാ ഇന്റേൺഷിപ്പും എന്തല്ല നിങ്ങൾ അത് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ നിങ്ങൾ അതിലെ തന്നെ പോകും. അങ്ങനെ അത് മാത്രമല്ല, നിങ്ങൾ ഈ ഫീൽഡ് പോകണ്ട. നിങ്ങൾ വെറുതെ ആ ഫീൽഡ് ടൈം കളയണ്ട. നിങ്ങൾ അടുത്ത പി എച്ച് ഡിക്ക് നോക്കുന്നുണ്ടെങ്കിൽ ഈ ഫീൽഡ് നോക്കിയേ വേണ്ട. ബിക്കോസ് ഇറ്റ്സ് നോട്ട് യുവർ കപ്പ് ഓഫ് ടീ. ഇത് നിങ്ങളുടെ വീക്ക്നെസ് ആണ് എന്നുകൂടി ഇന്റേൺഷിപ്പ് നിങ്ങളെ പഠിപ്പിക്കും. അതിന്റെ ഒരു എക്സാമ്പിൾ ആയിരുന്നു ഞാൻ ഐസർ പൂനെയിൽ പോയി ചെയ്ത ഈ ഒരു വർക്ക് എന്ന് ഞാൻ പറയാം. അതിനുശേഷം ഞാൻ ആ ഫീൽഡ് അത്തരം ഫീൽഡുകളോ ന്യൂമറിക്കൽ മോഡലിംഗ് ഇൻവോൾവ് ആയിട്ടുള്ള സാധനങ്ങളിലോ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതും കോർ ആയിട്ടുള്ള ന്യൂമറിക്കൽ മോഡലിംഗ് കോർ ആയിട്ടുള്ള ഫീൽഡുകളിൽ ഞാൻ പിന്നീട് എന്റെ പി എച്ച് ഡിക്ക് പോലും അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ ദാറ്റ്സ് ഓൾസോ വി. ഓക്കെ. സോ ഞാൻ ആ സമ്മറിൽ തന്നെ ഞാൻ ഈ ഐസർ പൂനെയിൽ ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ ജസ്റ്റ് ഒരു ഓൺലൈനിലും ഒരു ഇന്റേൺഷിപ്പ് ചെയ്തിരുന്നു. ലൈക്ക് ജസ്റ്റ് ഞാൻ ഒരേ സമയം കാരണം കോവിഡ് കാരണം കുറച്ച് ടൈം മിസ്സായത് കാരണം ഞാൻ മാക്സിമം ടൈം സമ്മേഴ്സ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഒരേ സമയം ഞാൻ പൂനെയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ അവിടെ തന്നെ ഞാൻ ഓൺലൈനിൽ IIT റൂർക്കിയിൽ ഒരു പ്രൊഫസറായിട്ട് വർക്ക് ചെയ്തിരുന്നു. ഈ വർക്ക് ഓൺലൈനിലായിരുന്നു. സാർ കുറച്ച് ബിസി ആയിരുന്നു. സാറായിട്ട് വലിയ രീതിയിൽ വർക്ക് നടന്നില്ല. പക്ഷെ സാറായിട്ട് നല്ല കണക്ഷൻ ഉണ്ടാക്കി. അപ്പോൾ ഇറ്റ്സ് നോട്ട് ഓൺലി അബൌട്ട് ഡൂയിങ് പൊട്ടൻഷ്യൽ നല്ല വർക്ക് ചെയ്യാന്ന് മാത്രമല്ല നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. സാറ് പിന്നീട് ഒരു കോൺഫറൻസ് വെച്ച് കാണുകയും ഞാൻ വെർച്വലി ആണ് സാറെ മീറ്റ് ചെയ്തത്. പിന്നെ NIU പോലെ ഒരു കോൺഫറൻസിൽ വെച്ച് കാണുകയും ആളായിട്ട് നല്ലൊരു ഇന്ററാക്ഷൻ ഉണ്ടാവുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ബേസിക്കലി നമുക്ക് നമ്മുടെ സുഹൃത്ത് വലയത്തിലോ അല്ലെങ്കിൽ ഫ്രണ്ട് സർക്കിളിലോ ഇത്തരം പ്രോസസ്സ് ഉണ്ടാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറും. അപ്പം അങ്ങനെയുള്ള ഒരു കണക്ഷൻസ് ഇതിന് ഹെൽപ്പ് ചെയ്യും. ഓക്കെ. അവസാനത്തെ എന്റെ സമ്മർ ഇന്റേൺഷിപ്പ് എന്ന് പറഞ്ഞാൽ നാഷണൽ സെന്റർ ഫോർ പോളർ ആൻഡ് ഓഷ്യൻ റിസർച്ച്. ഇത് നല്ലൊരു ഇന്റേൺഷിപ്പ് ആയിരുന്നു. എനിക്ക് നല്ല പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഇന്റേൺഷിപ്പ് ആയിരുന്നു. ഒരുപാട് സ്കിൽ സെറ്റ്സുകൾ ഡെവലപ്പ് ചെയ്തു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നാഷണൽ സെന്റർ ഫോർ പോളർ ആൻഡ് ഓഷ്യൻ റിസർച്ച് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഓഷ്യൻ റിസർച്ചിന് പോളാർ റിസർച്ചിന് ഓഷ്യൻ റിസർച്ച് അല്ല പോളാർ റിസർച്ചിന് അന്റാർട്ടിക്ക ആർട്ടിക് റിസർച്ചിന് വേണ്ടിയിട്ട് ഇന്ത്യ ഗവൺമെന്റിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണത്. അപ്പം അവിടെ ഡോക്ടർ വലിയൂർ റഹ്മാന്റെ കീഴിൽ ഞാനൊരു ഇന്റേൺഷിപ്പ് ചെയ്തത്. സോ ബേസിക്കലി സാറായിട്ട് നിരന്തരമുള്ള ഇന്ററാക്ഷൻസ് ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ അവിടുന്ന് എനിക്ക് സാധിച്ചിരുന്നു. സോ ഇതായിരുന്നു എന്റെ 2023 ഒഫീഷ്യലി എന്റെ അവസാനത്തെ ഇന്റേൺഷിപ്പ്. സോ പിന്നെ ഞാൻ NIO നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യനോഗ്രഫി CSIR ലാബായിട്ടുള്ള CSIR NIOയിൽ എന്റെ മാസ്റ്റേഴ്സ് തീസിസിന് ജോയിൻ ചെയ്യായിരുന്നു. 1 ഇയർ അവിടെ ആയിരുന്നു. അത് ഞാൻ ഇന്റേൺഷിപ്പിന്റെ ഗണത്തിൽ കൂട്ടുന്നില്ല. അത് എനിക്ക് കമ്പൽസറി ആയിട്ട് ഐസറിൽ ചെയ്യേണ്ട മാസ്റ്റേഴ്സ് തീസിസ് ആണ്. ഓക്കെ. അപ്പൊ ഇത്രയും ഇന്റേൺഷിപ്സ് ആണ് ഞാൻ ചെയ്തത്. സോ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ആ ഇന്റേൺഷിപ്പുകൾ ഓരോ ഇന്റേൺഷിപ്പും അത് വർക്കൗട്ട് ആയാലും വർക്കൗട്ട് ആയില്ലെങ്കിലും ഇറ്റ്സ് ഓൾവേസ് എ വിൻ ഫോർ അസ് എന്നുള്ളതാണ്. ഇനി അത് മാത്രമല്ല എൻ്റെ ഒരു സ്മോൾ ബോണസ് ടിപ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് യാത്ര ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ്. അപ്പൊ ഇങ്ങനെ പല സ്ഥലത്ത് പോയി ഇന്റേൺഷിപ്പ് ചെയ്യുക. പിന്നെ ഇതിൽ ഇന്റേൺഷിപ്പിന്റെ മാത്രമല്ല ഞാൻ കൊൽക്കത്ത പഠിക്കുന്ന സമയത്ത് തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിൽ പോവുക. ഗോവയിൽ പോയി കഴിഞ്ഞാൽ ഗോവയിലെ അടുത്തുള്ള സ്ഥലങ്ങൾ കാണാം. മഹാരാഷ്ട്രയില് പൂനെയിൽ പോയ സമയത്ത് മഹാരാഷ്ട്രയിലെ വ്യത്യസ്ത സ്ഥലങ്ങൾ പോയി എക്സ്പ്ലോർ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് യാത്രയ്ക്ക് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഇറ്റ്സ് നോട്ട് അബൌട്ട് ഓൺലി സ്റ്റഡിങ്. നിങ്ങളുടെ താല്പര്യങ്ങളൊക്കെ സൈഡിൽ നിങ്ങൾക്ക് ചെയ്യാം. നല്ല നല്ല സ്ഥലങ്ങളൊക്കെ പോയി കാണാം. ഇന്റേൺഷിപ്പ് എന്ന് പറഞ്ഞിട്ട് അവര് ഫണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. അവിടെ പോയി അവർ ഫണ്ട് ചെയ്യുന്നു. വീക്കെൻഡ്സിൽ പുറത്ത് പോയി കറങ്ങാം, സ്ഥലങ്ങൾ കാണാം, അവിടുത്തെ ഫുഡൊക്കെ ട്രൈ ചെയ്യാം. സോ ദിസ് വാസ് വൺ ഓഫ് മൈ ബോണസ് ടിപ്പ് ഫോർ ഡൂയിങ് ഇന്റേൺഷിപ്സ് അക്രോസ് ദി കൺട്രി. അപ്പം ദിസ് ഈസ് ദ വൈ ഞാൻ ഇതുവരെ ഡിസ്കസ് ചെയ്ത് എന്തിന് ഇന്റേൺഷിപ്പ് ചെയ്യുന്നതാണ്. ആൻഡ് ഹൗ ടു ഡു ഇന്റേൺഷിപ്പ് എന്നുള്ള പാർട്ടിലേക്ക് വരുമ്പോൾ ഞാൻ കൂടുതൽ അതിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. വി വിൽ ബി ഹാവിംഗ് ഇലവേറ്റഡ് ഇന്റേൺ ഹബ്. അത് നമ്മൾ കൂടുതലായിട്ട് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യും. ബട്ട് ഐ എം ജസ്റ്റ് ഗിവിംഗ് എ ഗ്ലിംസ്. ഈ ഇലവേറ്റഡ് ഇന്റേൺ ഹബ് മെന്ററിംഗ് പ്രോഗ്രാമിലൂടെ നിങ്ങൾ കൃത്യമായിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യണം, എങ്ങനെ ഇന്റേൺഷിപ്പിനെ അപ്രോച്ച് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു തരും. അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ ഇപ്പം പറയുന്നില്ല. ബട്ട് എ സ്മോൾ ഗ്ലിംസ്, നിങ്ങൾക്ക് ഒരു ഇന്റേൺ ഹബ് ഡാറ്റാബേസിൽ നിന്ന് ഡാറ്റ കിട്ടും, ഇന്റേൺഷിപ്സിന്റെ ഡാറ്റ കിട്ടും. അതിനെ ആക്സസ് ചെയ്യണമെങ്കിൽ യു ഹാവ് ടു രജിസ്റ്റർ. എനിക്ക് തോന്നുന്നു ഇതിലുള്ള കൂടുതൽ ആൾക്കാർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ രജിസ്റ്റർ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഡെഡ് ലൈൻ കഴിഞ്ഞിട്ടുണ്ട്. ഇഫ് യു വാണ്ട് ടു സ്റ്റിൽ രജിസ്റ്റർ ഫോർ ദ മെന്ററിംഗ് പ്രോഗ്രാം, ഓൺലി ഇഫ് യു വാണ്ട് ടു ബി പാർട്ട് ഓഫ് മെന്ററിംഗ് പ്രോഗ്രാം മാത്രം രജിസ്റ്റർ ചെയ്താൽ മതി. ഡാറ്റാബേസ് മാത്രം കിട്ടാൻ വേണ്ടിയിട്ടോ അത് വേറെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടോ ഒന്നും ആരും രജിസ്റ്റർ ചെയ്യണ്ട. നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് ചെയ്യണം.
എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ, അതിന് മെന്ററിങ് വേണം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യുക. അവർക്ക് മാത്രമായിരിക്കും നമ്മൾ ഡാറ്റാബേസ് ആക്സസ് കൊടുക്കുക. അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഇന്റേൺഷിപ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാം, നിങ്ങൾക്ക് താല്പര്യമുള്ള ഇന്റേൺഷിപ്സ്. എന്നിട്ട് അതിൽ നിങ്ങൾ CV, SOP എന്തൊക്കെയാണോ ആപ്ലിക്കേഷൻ ആവശ്യമുള്ളത് അത് പ്രിപ്പയർ ചെയ്യാം. അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യും നമ്മളെ മെന്റേഴ്സ്. ദർ വിൽ ബി മെന്റേഴ്സ് ഫോർ ദിസ്. ആ മെന്റേഴ്സ് ഐസറിന്, IIT, എയിംസിന്ന്, സോറി എയിംസ് ഇന്റേൺഷിപ്പ് അങ്ങനെയല്ല, ഐസർ, IIT, NIT-കാരൊക്കെ ഒരുപാട് ആൾക്കാർ കൂടി ചേർന്നിട്ടുള്ള മെന്റേഴ്സ് ഉണ്ട്. അത് മാത്രമല്ല ഇത്തരം സ്ഥാപനങ്ങൾ ഓൾറെഡി ഇന്റേൺഷിപ്പ് ചെയ്ത QSF ക്വസ്റ്റിലെ മെമ്പേഴ്സ് ഒക്കെ മെന്റേഴ്സ് ആയിട്ടുണ്ടാവും. സയന്റിസ്റ്റുകൾക്ക് മെയിൽ അയക്കേണ്ട സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ആ മെയിലുകൾ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് തരാനും അതിന് കമന്റ്സ് പറയാനൊക്കെ നമ്മളെ മെന്റേഴ്സ് ഹെൽപ്പ് ചെയ്യും. പിന്നെ അപ്ലിക്കേഷൻ പോർട്ടൽ ത്രൂ നിങ്ങൾ അപ്ലൈ ചെയ്യാം. അപ്പൊ ഇത്രയാണ് ഒരു സ്മോൾ ഗ്ലിംസ്. ഇനി ഇഫ് യു വാണ്ട് ടു ഹണ്ട് ഫോർ പൊട്ടൻഷ്യൽ ഗൈഡ്സ്, ചില സമയത്ത് എസ്പെഷ്യലി റിസർച്ച് ഫീൽഡിലുള്ള ആളുകൾക്ക് പ്രോഗ്രാംസോ കമ്പനീസിലേക്കോ അപ്ലൈ ചെയ്യുന്നത് മാത്രമല്ല, ഐസർ, IIT പോലുള്ള സ്ഥാപനങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഡയറക്റ്റ് പ്രൊഫസേഴ്സിന് മെയിൽ അയച്ചിട്ട് ചോദിക്കാം ഇഫ് ദേ ആർ ടേക്കിംഗ് ഇന്റേൺസ്. അപ്പൊ ഹണ്ട് ചെയ്യാനുള്ള വഴി ഞാൻ ഷോർട്ടായിട്ട് പറഞ്ഞുതരാം. ഐസർ പൂനെയില് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബയോളജി ഡിപ്പാർട്ട്മെന്റിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് സെർച്ച് ചെയ്യാൻ എന്താ ചെയ്യണ്ടേ? ഗൂഗിളിൽ പോവാ, ഐസർ പൂനെ ബയോളജി ഫാക്കൽറ്റി എന്ന് വെച്ചാൽ ബയോളജി ഡിപ്പാർട്ട്മെന്റ് വെബ്സൈറ്റിൽ പോയാൽ മതി. ചിലപ്പോൾ ഡിപ്പാർട്ട്മെന്റിന്റെ പേര് പലതായിരിക്കും. ലൈഫ് സയൻസ് എന്നുണ്ടാവും ചില സ്ഥലത്ത്. ഇനി ബയോളജി തന്നെ ഡിഫറെന്റ്, മൈക്രോ ബയോളജി എന്ന് പറഞ്ഞ വേറെ തന്നെ ഡിപ്പാർട്ട്മെന്റുള്ള യൂണിവേഴ്സിറ്റീസ് ഒക്കെ ഉണ്ടാവും. സോ ജസ്റ്റ് സെർച്ച് ഇറ്റ്, യു വിൽ ഗെറ്റ് ഇൻ ദ ഗൂഗിൾ. അതിനുശേഷം പീപ്പിൾസ് എന്ന് പറഞ്ഞ പേജിലേക്ക് പോവാം. ഞാനൊക്കെ എന്റെ PhD സമയത്ത് ഫുൾ പീപ്പിൾസ് എന്ന് പറഞ്ഞ പേജിലായിരുന്നു. ഓരോ ഡിപ്പാർട്ട്മെന്റ് വെബ്സൈറ്റിൽ കയറിയിട്ട് പീപ്പിൾസിൽ പോവാ. പീപ്പിൾസ് എന്ന് പറഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റിൽ ഫാക്കൽറ്റീസ് ആയിട്ടുള്ള ആളുകളെ ലിസ്റ്റാണ് അതിൽ തരാം. ഓക്കെ, അതിൽ കയറി ഇങ്ങനെ ഒരു ലിസ്റ്റ് കാണാം. ഇത് ഐസർ പൂനെയിലെ ബയോളജി ഫാക്കൽറ്റീസിന്റെ ലിസ്റ്റാണ്. ജസ്റ്റ് റാൻഡംലി ഞാൻ ഐസർ പൂനെയിലെ, എനിക്ക് ഐസേഴ്സിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട വെബ്സൈറ്റ് ഐസർ പൂനെന്റെയാണ്. സോ അവരെ വെബ്സൈറ്റ് നല്ല രസം ഉണ്ടാവുകയാണ്, ഞാൻ അവരെ സ്ക്രീൻഷോട്ട് എടുത്തത്. ഐസർ കൊൽക്കത്തന്റെ വെബ്സൈറ്റ് ഒന്നും അത്ര ഭംഗിയൊന്നുമില്ല. ഓക്കെ, സോ പീപ്പിൾസിൽ പോവാ. എന്നിട്ട് ഓരോ ആൾക്കാരെ ക്ലിക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, പ്രൊഫസർ അഞ്ജൻ ബാനർജിന്റെ റിസർച്ച് എന്താ, ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അയാളെ പ്രൊഫൈലിലേക്ക് പോകും. അയാളെ പ്രൊഫൈലിലേക്ക് പോയാൽ അയാളെ പൊസിഷൻ എന്താണെന്നുണ്ടാവും, അയാളെ റിസർച്ച് ഫീൽഡ് ഏതിലാണ്ടാവും, വായിച്ചു നോക്കാം. റിസർച്ച് ഫീൽഡ് ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ദാറ്റ് വർക്ക്, ഓക്കെ, അയാളെ മെയിൽ ID അവിടെ ഉണ്ട്. അയാളെ റിസർച്ച് ഗ്രൂപ്പിലേക്കുള്ള വെബ്സൈറ്റ് ലിങ്ക് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് അയാളെ റിസർച്ച് ഗ്രൂപ്പിലേക്കുള്ള വെബ്സൈറ്റ് ഉണ്ടാവും. അതിൽ റിസർച്ച് എന്തൊക്കെയാ ചെയ്യുന്നത്, ആരൊക്കെയാണ് ആ ലാബിൽ വർക്ക് ചെയ്യുന്നത്, അവരെന്തൊക്കെ പ്രൊജക്റ്റിലാണ് വർക്ക് ചെയ്യുന്നത്, എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും. ഒക്കെ വായിക്കാം. വായിച്ചിട്ട് ഐ എം ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ജസ്റ്റ് ഈ മെയിൽ IDയിലേക്ക് മെയിൽ അയക്കാം. ഇതാണ് പരിപാടി, പ്രൊഫസേഴ്സിനെ ഹണ്ട് ചെയ്യാനുള്ളത്. അപ്പൊ എല്ലാവരും ചിലപ്പോൾ ഇന്റേൺസിന് എടുക്കുന്നുണ്ടാവില്ല. ബട്ട് അങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. കുറെ ആൾക്കാർക്ക് മെയിൽ അയച്ചാൽ ആരെങ്കിലൊക്കെ എടുക്കുന്നവരുണ്ടാവും. അവർ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് റിപ്ലൈ. എന്റെ കൂടുതൽ ഇന്റേൺഷിപ്സ് ഇങ്ങനെയായിരുന്നു. ഞാൻ പ്രൊഫസേഴ്സിന് മെയിൽ അയച്ച് ഹണ്ട് ചെയ്തിട്ടാണ് ഫൈൻഡ് ഔട്ട് ചെയ്തത്. അതിൽ NCPRന്റെ ഓൾറെഡി ഞാൻ ഹണ്ട് ചെയ്ത് ഫൈൻഡ് ഔട്ട് ചെയ്തതിനു ശേഷം പ്രോഗ്രാം വഴി അപ്ലൈ ചെയ്തത്. അപ്പൊ ആദ്യം ഒരു പ്രൊഫസർ നിങ്ങളെ ബാക്ക് ചെയ്യാനുണ്ടെങ്കിൽ പ്രോഗ്രാം വഴി അപ്ലൈ ചെയ്ത് എന്തായാലും നിങ്ങൾക്ക് കിട്ടും. സോ അങ്ങനെ രണ്ട് രീതിയിൽ അപ്രോച്ച് ചെയ്യും. സോ പ്രൊഫൈലിൽ പോവാ, മെയിൽ ID കണ്ടെത്താം, മെയിൽ അയക്കും. സോ ഇത്രയാണ് ഫാക്കൽറ്റീസിനെ, എസ്പെഷ്യലി റിസർച്ച് ഫീൽഡിലുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ ഹണ്ട് ചെയ്ത് ഫൈൻഡ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല കാര്യമാണ്. സോ ദാറ്റ്സ് ഓൾ. അപ്പം കൂടുതൽ നമുക്ക് എന്തായാലും ഇൻഷാല്ലാ ഇന്ന് ഞാൻ ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിച്ച വൈ മാത്രമാണ്. ഹൗവിനെ കുറിച്ച് ഈ പ്രോഗ്രാം ഉടനീളം ത്രൂ ഔട്ട് ദ മെന്ററിംഗ് പ്രോഗ്രാം നമ്മൾ ഡിസ്കസ് ചെയ്യും ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും.